ലഹരിബാധയിൽ മാനവശേഷി നഷ്ടമാകുന്നു എന്ന് പൊന്നാനി എം.എൽ.എ. കെ.പി. നൗഷാദ് അലി. എൽ.എൻ.എസ് ബോധം ക്യാമ്പയിൻ സംസ്ഥാനതല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിന്റെ ഓപ്പറേഷൻ തുഫാൻ പദ്ധതിയുമായി സഹകരിച്ച ലഹരി നിർമ്മാർജ്ജന സമിതി ബോധം ക്യാമ്പയിൻ 2026 പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പൊന്നാനി എം.എൽ.എ. കെ.പി. നൗഷാദ് അലി നിർവഹിച്ചു. ഈ ലഹരി എന്ന് പറഞ്ഞ നമ്മൾ വിവക്ഷിക്കുന്നവയൊക്കെ അതൊരു മനുഷ്യോൽപത്തിയുടെ കാലം മുതൽ മനുഷ്യരാശിയുടെ കൂടെ സഞ്ചരിക്കുന്ന ഒന്നാണ് എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ആ ശത്രുവിനെ എങ്ങനെ എതിരിടണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു പദ്ധതി ഉണ്ടാക്കാൻ കഴിയുക. ലഹരി വിരുദ്ധത എന്നത് ഉപരിപ്ലവമായിട്ടൊരിക്കലും നിർവഹിക്കപ്പെടുന്ന ഒരു പോരാട്ടമല്ല. അത് ആശയപരമായി, അത് ആദർശപരമായി ലഭ്യമായ എല്ലാ സ്രോതസ്സുകളെയും പ്രയോജനപ്പെടുത്തി നടത്തേണ്ട ഒരു പോരാട്ടമാണ്. ലഹരിയെ പ്രതിനിധീകരിക്കാൻ സമൂഹത്തിൽ ഉന്നത വിജയം നേടിയവരും വലിയ ഔന്നത്യത്തിൽ നിൽക്കുന്നവരും നമ്മളെയൊക്കെ ആരാധന കൊണ്ട് വിസ്മയിപ്പിച്ചവരുമൊക്കെ ലഹരിയുടെ വ്യത്യസ്ത തലങ്ങളെ പ്രതിനിധീകരിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവരിൽ പലരും തങ്ങളുടെ ജീവിത വിജയത്തിന് കാരണമായിട്ട് ലഹരിയുടെ ഒരു നേരിയ ലാവണത്തെയൊക്കെ പരാമർശിച്ചു പോകാറുണ്ട്. മാത്രമല്ല, ലഹരിയെക്കുറിച്ച് അതിൻ്റെ ഒരു ലഘുവായ ലഹരികളും ഉത്തേജിപ്പിക്കുന്ന ലഹരികളും നമ്മുടെ തലച്ചോറിലെ ഡോപ്പമിനെയൊക്കെ ഉത്തേജിപ്പിച്ച് നമുക്ക് ഭാവന തരും, നമുക്ക് സർഗാത്മകത കൈവരിക്കാനുള്ള സാഹചര്യമുണ്ടാക്കും, നമുക്ക് കാൽപ്പനിക തലങ്ങളിലേക്കൊക്കെ ഊളിയിടാൻ പറ്റും എന്നൊക്കെയുള്ള പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ലഹരിയുമായി ബന്ധപ്പെട്ടുണ്ട്. അത് സാംസ്കാരിക മേഖലയിലുണ്ട്, സാഹിത്യ മേഖലയിലുണ്ട്, അത് വിനോദോപാധികളുമായി ബന്ധപ്പെട്ട മുഴുവൻ വ്യവസായങ്ങളിലുണ്ട്. അങ്ങനെ ഇതൊരു ആരൂഢം പടർന്നു കിടക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ്. ഇത് വലിയൊരു ശത്രുവാണ്, അതൊരു ചെറിയ ശത്രുവല്ല. അപ്പോൾ തീർച്ചയായിട്ടും വലിയ ആശയപരമായിട്ട് ഇതിനെയൊക്കെ എങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളതിനും കൂടി ആസ്പദമാക്കിയും ആശ്രയിച്ചും ഇരിക്കും ലഹരിക്കെതിരായുള്ളൊരു പോരാട്ടം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ക്രിസ്റ്റൽ ലഹരികളൊക്കെ വന്നതോടുകൂടി നമ്മളിത് ഷൂട്ടഡ് സൈറ്റ് എന്നതുപോലെ ഇതിൻ്റെ കൈകാര്യക്കാരെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാലഘട്ടം വന്നിരിക്കുകയാണ്. നമ്മുടെ യുവത്വമൊക്കെ ഒരു വർഷത്തിനകത്ത് അകാല വാർദ്ധക്യമായി പരിണമിക്കാനിടയുള്ള തരത്തിലുള്ള മാരക രാസലഹരികളാണ് ഇന്ന് നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഉള്ളത്. പഴയകാല ലഹരികളൊക്കെ കുറേ ആളുകളൊക്കെ അതിനെ മഹത്വവൽക്കരിച്ചൊക്കെ എഴുതി വിടുമ്പോൾ അതിന് എതിരെയൊക്കെ എതിർപ്പുകളൊക്കെ ലഘുവായിട്ടേ ഉയരാറുള്ളൂ. പക്ഷേ ഇപ്പോഴുള്ള ഈ ലഹരി നമ്മളത് അക്ഷന്തവ്യമായ ഒരു വീഴ്ചയോ അല്ലെങ്കിൽ ഒരു തിന്മയോ ആണ്. അതിനെ പ്രതിരോധിച്ചില്ല എങ്കിൽ നമുക്കൊരു വലിയ വിഭവശേഷി, ഒരു മാനവ വിഭവശേഷി വരുന്ന വർഷങ്ങളിൽ നമുക്ക് നഷ്ടപ്പെടും. പല യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധി അതാണ്. അതൊക്കെ നമ്മളുടെ ആളുകൾ ചെന്ന് അതിനെ അവസരമാക്കി മാറ്റിയ പശ്ചാത്തലമൊക്കെ നമുക്കുണ്ട്. പക്ഷേ അവിടെ അന്ന് അങ്ങനെ സംഭവിച്ചത് ഇവിടെ പുനരാവർത്തിക്കപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. അതിനെതിരെ നമുക്ക് സാധ്യമായ എല്ലാ മാർഗങ്ങളിലും നമുക്കിതിനെതിരെ ഒരുമിച്ച് പോകേണ്ടതുണ്ട്. അപ്പോൾ ലഹരിയെ പ്രതിരോധിക്കുന്ന മാർഗങ്ങളിൽ ഈ വിശ്വാസത്തിന് വലിയൊരു പങ്കുണ്ട് എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. കാരണം ഇപ്പോൾ ഞാൻ ഈ തീരദേശത്ത് ഞാൻ കണ്ട ഒരു വിചിത്രമായ കാഴ്ച, ഇവിടെ ഞാൻ ആരെയും വ്യക്തിപരമായിട്ട് കുറ്റപ്പെടുത്തുന്നില്ല, അതിലൊരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതായത് പുതിയ തലമുറയൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു LGBTQ എന്നൊക്കെ അവരെ പറഞ്ഞ് പഠിപ്പിച്ച് അവരുടെ അവകാശങ്ങളായിട്ട് പലതും അവരുടെ മനസ്സിൽ നിക്ഷേപിച്ച് ആണിനെ പെണ്ണും പെണ്ണിനെ ആണും ഒക്കെ ആക്കി മാറ്റുന്ന പലതരത്തിലുള്ള പുതിയ കാലത്തിൻ്റെ വെളിപാടുകളൊക്കെ ആയിട്ട് ആളുകളെ സംഘടിപ്പിക്കുക. അങ്ങനെ അവരിനി ഏത് വിശ്വാസമാണെങ്കിലും അതിൽ നിന്നൊക്കെ അടർത്തിയിട്ടൊരു അരാജകത്വത്തിലേക്ക് അവരെ കൊണ്ടുപോവുക. അങ്ങനെയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഈ ലഹരിയും അവിടെയൊക്കെ ഒരു സഹവസിച്ച് മുന്നോട്ട് വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഞാനത് തീരദേശത്ത് നേരിട്ട് അതിൻ്റെ ഉദാഹരണങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാനവിടെ തീരദേശത്ത് മുസ്ലിം പള്ളി മാത്രമുള്ളതുകൊണ്ട് ഞാനോരോ പള്ളി മഹലിനെയും സമീപിച്ച് അവിടുത്തെ ഖത്തീബിനെയും അവിടുത്തെ ഉമറാക്കളെയൊക്കെ ഇതിൻ്റെ
പ്രതിസന്ധിയൊക്കെ ബോധിപ്പിച്ചിരുന്നു. അങ്ങനെയൊക്കെ ഒരു പണി കുറേ കാലമായിട്ട് അവിടെയൊക്കെ എടുക്കുന്നുണ്ട്. അവിടുന്ന് കുറച്ച് വോട്ടും എനിക്ക് പിന്നീട് കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ലഹരി വിരുദ്ധ പ്രവർത്തനമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം ഇതിനുള്ളൊരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകളെ നമ്മൾ സൂക്ഷിക്കണം. ഇതിനെതിരെ മതവിശ്വാസത്തെ നമ്മൾ കൂട്ടുപിടിക്കേണ്ടതുണ്ട്. കാരണം വിശ്വാസം കഠിനമായി ലഹരിയെ വിരോധിക്കുന്നതാണ്. അത് ഏത് മതമായാലും. അപ്പോൾ എല്ലാ വിശ്വാസികളെയും നമ്മൾ കൂട്ടിപ്പിടിക്കണം. വിശ്വാസ രാഹിത്യത്തിലേക്ക് ആളുകളെ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലൂടെ കൊണ്ടുപോകുന്നതിനെ നമുക്ക് എതിർക്കണം. ആളുകൾക്ക് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഒക്കെ ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ആളുകളെ വിശ്വാസിയാക്കാനുള്ള യജ്ഞമല്ല, പക്ഷേ ലഹരിക്കെതിരെ വിശ്വാസത്തെ എങ്ങനെ പ്രയോഗിക്കണമെന്ന് തീരുമാനിച്ച് അത് ചെയ്യണമെന്നാണ് ഞാൻ അർത്ഥമാക്കിയത്. LNSന്റെ സഹകരണത്തിൽ ലഭിക്കുന്ന 5 ഏക്കർ ഭൂമിയിൽ ഇന്ത്യയിലെ ആദ്യ ലഹരി വിരുദ്ധ മ്യൂസിയം സ്ഥാപിക്കുമെന്ന് ഡോക്ടർ ശ്രീകുമാർ മേനോൻ IRS പ്രഖ്യാപിച്ചു. 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി ലഘുലേഖ വിതരണവും കൈപുസ്തക പ്രകാശനവും നടന്നു. കലാകാരൻ സെലിംകുമാറിന്റെ വേർപാടിൽ യോഗം അനുശോചനം രേഖപ്പെടുത്തി. ഡോക്ടർ ശ്രീകുമാർ മേനോൻ IRS രചിച്ച കാസർഗോഡ്സ് ഒമേറ്റ കോഡ് ഇംഗ്ലീഷ് പുസ്തകം MLA പ്രകാശനം ചെയ്തു. അഡ്വക്കേറ്റ് KN ഖാദർ 100 ദിന കർമ്മ പദ്ധതി പ്രഖ്യാപനവും പ്രവർത്തക ക്യാമ്പ് ഉദ്ഘാടനവും നിർവഹിച്ചു. അഷ്റഫ് മുന്നക്ക മൂർഖത്ത് ഹംസ മാസ്റ്റർ മെമ്മോറിയൽ പുരസ്കാരം കൈമാറി. വിവിധ മേഖലകളിൽ ഉന്നതസ്ഥാനീയരായ കാട്ടൂർ ബഷീർ, P. കുഞ്ഞലവി മാസ്റ്റർ, ഡോക്ടർ PP അബ്ദുള്ള എന്നിവരെ ആദരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ P. അബ്ദുറഹ്മാൻ ഫാറൂഖി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ KPA കബീർ പ്രസംഗിച്ചു. ഒരാൾ പള്ളിയിൽ നിന്ന് സുബഹിസ്കാരം കഴിഞ്ഞ് വരുമ്പോഴാണ് ഈ പൂ കണ്ടത്. അള്ളാഹുവേ, നീ എത്ര മഹാനാകുന്നു, നീ എത്ര വലിയ നൈസർഗികതയുള്ള കലാകാരനാണ്, ഇതുപോലെ മനോഹരമായൊരു പുഷ്പത്തെ നീ സൃഷ്ടിച്ചല്ലോ എന്ന് പറയും അല്ലേ? അതല്ല പറയാം. നമ്മൾ ആ സമയത്ത് കുമാരനാശാനയിൽ പോയാലോ? കുമാരനാശാൻ, ഹാ പുഷ്പമേ, അധിക തുങ്കപദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയെ നീ, ശ്രീഭൂവിൽ അസ്ഥിരം അസംശയം ഇന്നു നിൻ്റെ ആഭൂതി അങ്ങ് പുനരെങ്ങു കിടപ്പി തോർത്താൽ, ലാളിച്ചു പെറ്റ ലത എൻപൊടു ശൈശവത്തിൽ പാലിച്ചു പല്ലവ പുടങ്ങളിൽ വെച്ചു നിന്നെ, ആലോല വായു ചെറു തൊട്ടിലുമാട്ടി താരാട്ട ആലാപമാർന്നു മലരേ ദലമർമ്മരങ്ങൾ. അത് ഞാനിങ്ങനെ പാടിയാൽ ഈ ക്യാമ്പ് അവസാനിക്കും. അത്രയും വലിയ സുദീർഘമായൊരു കവിതയാണ്. അപ്പോൾ കുമാരനാശാൻ അതിന് തോന്നി ഇങ്ങനെയാണ്, പഞ്ചായത്ത് പ്രസിഡൻറ്റിന് അങ്ങനെയാണ് അല്ലേ? ഒരു സയൻറ്റിസ്റ്റാണത് കാണണമെങ്കിലോ, ഇത് ഏത് ഇനത്തിൽപ്പെട്ട പ്ലാന്റാണ് ഈ റോസാ ചെടി, അതിൻ്റെ ഈ ഉൽപ്പാദിപ്പിക്കുന്നവരെയും അവർക്ക് എതിരായി വലിയ ശബ്ദം നേരത്തെ മുഴങ്ങിയ ഒരു സംസ്ഥാനമാണ് കേരളം. ലോകത്തിലെ എല്ലാ പ്രവാചകന്മാരും മഹത് വ്യക്തികളും ലഹരിക്കെതിരായിരുന്നു. നന്മയിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മുടെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ കാലഘട്ടത്തിൽ ജാനാമി ധർമ്മം നജമേ നിവൃത്തി, ജാനാമി അധർമ്മം നജമേ പ്രവൃത്തി എന്നാണ്. ധർമ്മം എന്താണെന്നറിയാം, പക്ഷേ പ്രവർത്തിക്കാനാവുന്നില്ല ധർമ്മം അനുസരിച്ച്. ജാനാമി അധർമ്മം എന്താണെന്നറിയാം, പക്ഷേ പ്രവർത്തിക്കാതെ ഇരിക്കാനാവുന്നില്ല. അധർമ്മം ചെയ്യാതിരിക്കാനാവുന്നില്ല അല്ലേ? അപ്പോൾ നമുക്ക് ധർമ്മം അറിയാത്തതുകൊണ്ടല്ല, അത് ഖുർആനിലുണ്ട്, ബൈബിളിലുണ്ട് അല്ലേ, വേദങ്ങളിലുണ്ട്, എല്ലാത്തിലുണ്ട്. അങ്ങനെ ലഹരിക്ക് അടിമയാകരുത്. മനുഷ്യരെന്താ ആവണം? നിങ്ങളുടെ യാത്ര ഇനി ടെൻഷൻ ഇല്ലാതെ ടോപ്പ് 10 ട്രാവൽ ആൻഡ് ടൂർസ് പൊന്നാനിയിൽ. ടിക്കറ്റ്സ്, വിസ, ഹോളിഡേയ്സ്, ഉംറ എല്ലാം ഒരിടത്തു നിന്നും. നിങ്ങളുടെ വിശ്വസ്ത സ്ഥാപനം. യുദ്ധസമാനമായ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് യാത്രക്കാർക്ക് ആവശ്യമായ എല്ലാ അഡ്വൈസും നൽകുന്നു. യാത്ര മുടങ്ങിയാൽ റീഫണ്ട് അസിസ്റ്റൻസും നൽകുന്നു. കൂടാതെ ഇനി ഓൺലൈനിൽ കാണുന്നതിലും കുറവ് നിരക്കിൽ എല്ലാ GCC രാജ്യങ്ങളിലേക്കും ടോപ്പ് 10 ട്രാവൽ ആൻഡ് ടൂർസ് പൊന്നാനിയിൽ നിന്നും ടിക്കറ്റ്സ് ലഭ്യമാണ്.